യൂനുസ് അഹമ്മദ് ചേരുന്നുണ്ട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്. യൂനുസ്, വലിയ പ്രതിസന്ധിയാണ്. യാത്രക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ യാതൊരു സംവിധാനവുമില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. യാത്ര പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവിടെയും ബുക്ക് ചെയ്തിരിക്കുന്നു, ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നു, റിട്ടേൺ ടിക്കറ്റ് വരെ എടുത്തിരിക്കുന്നു. അപ്പം അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് യാത്രക്കാരെ തള്ളിവിട്ടിരിക്കുന്നു. ഒരു കരിപ്പൂരിലെ യാത്രക്കാർക്കും ഒരു നിർദ്ദേശങ്ങളോ ഇല്ലെങ്കിൽ ഇതിൽ എന്ത് ചെയ്യും, റിട്ടേൺ ആ പൈസയെങ്കിലും തിരിച്ചു നൽകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പോലും അധികൃതരൊന്നും പറയുന്നില്ലേ? ധന്യ, അത് തന്നെയാണ് കാര്യം. ഈ ഒരു അറിയിപ്പുമില്ലാതെയാണ് ഇപ്പോൾ ഈ മുടങ്ങിയത്. പ്രത്യേകിച്ച് അവർ എയർപോർട്ടിൽ പ്രത്യേകിച്ച് 4 സർവീസുകളാണ് ഇപ്പോൾ മുടങ്ങിയത്. അബുദാബി, ദമാം, ദുബായ്, ഹൈദരാബാദ്, ഈ 4 സർവീസുകളാണ് ഇപ്പോൾ മുടങ്ങിയത്. ഇന്ന് പുലർച്ചെ മുതൽ ഈ 10 മണി വരെയുള്ള സർവീസുകളാണിത്. ഈ 100 കണക്കിന് യാത്രക്കാർ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഒരു മുടങ്ങിയ കാര്യം ഈ അധികൃതർ പറയുന്നത് എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. കൃത്യമായ ഒരു മറുപടി ഈ ഒരു കാര്യത്തിന് എങ്ങനെ പോകാൻ കഴിയും, മറ്റു വിമാനം ഏർപ്പെടുത്തുമ്പോൾ ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇവർ പറയുന്നില്ല എന്നാണ് ഇപ്പോൾ യാത്രക്കാർ ഉന്നയിക്കുന്നത്. 100 കണക്കിന് യാത്രക്കാരുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കുള്ള ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഇല്ല എന്നുള്ളൊരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ ഈ ആഭ്യന്തര, പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും അതോടൊപ്പം മുംബൈയിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന യാത്രക്കാർ രാത്രി വൈകി വരെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭക്ഷണം വരെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് രാത്രി 11:30-ക്ക് ശേഷമാണ് മറ്റൊരു വിമാനം ഏർപ്പെടുത്തി ഇവർക്ക് യാത്ര പോകാൻ സാധിച്ചത് എന്നാണ് ഇന്നലത്തെ ഒരു സംഭവം. ഇന്ന് ഈ പുലർച്ചെ മുതൽ 10 മണി വരെയുള്ള 4 സർവീസുകൾ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നു. യാത്രക്കാർ 100 കണക്കിന് യാത്രക്കാർ, ഈ സ്ത്രീകളും കുട്ടികളടക്കം 100 കണക്കിന് യാത്രക്കാർ ഇപ്പോഴും എയർപോർട്ടിലുണ്ട്. അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പ്രത്യേകിച്ച് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ അധികൃതർ നൽകുന്നില്ല. കാരണം ഈ ഒരുപാട് സമയം നിന്നിട്ടും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ അധികൃതർ പറയുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ യാത്രക്കാർ വ്യക്തമാക്കുന്നത്. ധന്യ. ലിഡിയ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഡിയ, ഇത്ര വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങിപ്പോയത് നെടുമ്പാശ്ശേരിയിലാണെന്ന്. എന്താണ് അവരുടെ അവസ്ഥ? എല്ലാവരും തിരിച്ചു പോകുന്നതിലേക്കാണോ തീരുമാനം എടുക്കുന്നത്? ധന്യ, വിവിധ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആയതിനെ തുടർന്ന് ഏകദേശം 600ഓളം പേർ ദുരിതത്തിലായിട്ടുണ്ട്, ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ റാസൽ ഖൈമയിലേക്ക് പോകേണ്ട, ഇന്നലെ 9:40 ഫ്ലൈറ്റിന് റാസൽ ഖൈമയിലേക്ക് പോകേണ്ട ആളുകൾക്ക് ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ഹോട്ടൽ റൂമുകളൊക്കെ ഒരുക്കി നൽകിയിട്ടുണ്ട് എന്നാണ് ഇൻഡിഗോ പറയുന്നത്. പക്ഷേ ഇന്നലെ 10:30 കുവൈത്തിലേക്ക് പോകേണ്ട വിമാനത്തിൽ ഉള്ള യാത്രക്കാർ അവർ ഇന്നലെ 8:30 മുതൽ ചെക്ക് ഇൻ ചെയ്ത് കാത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ടും മറ്റുള്ള അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അവർക്ക് റൂമോ മറ്റ് സൗകര്യങ്ങളോ മറ്റ് താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകളും കുട്ടികളും അടക്കുന്ന ആളുകളുണ്ട്, കൈക്കുഞ്ഞുങ്ങളടക്കമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം ആ വിമാനത്തിൽ പോകേണ്ട ഏകദേശം 100ഓളം യാത്രക്കാരാണ് ഇന്നലെ രാത്രി ഒരു രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇൻഡിഗോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ വിമാനങ്ങൾ ക്യാൻസലായാൽ അത് കമ്പനികൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. പക്ഷേ അവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് എന്താണ് പറയുന്നത്? ഈ ഇളവ് DGCA അനുവദിക്കുന്നുണ്ട്. ഇത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി? ഇപ്പോൾ 2 മാസം എന്നൊക്കെ പറയുമ്പോൾ ബുക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അത്രയധികം ആൾക്കാരുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും DGCയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ലഭ്യമല്ല. അത്രയധികം ആളുകളുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായി ഏകദേശം 600ഓളം യാത്രക്കാരായിരുന്നു വിവിധ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. അത്രയും ആളുകൾ ദുരിതത്തിലായിട്ടുണ്ട്, ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അവർക്ക് ലഭിക്കേണ്ട റീഫണ്ട്, മറ്റ് സൗകര്യങ്ങൾ, താമസ സൗകര്യം, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അത് അധികൃതരോട് ചോദിക്കുമ്പോൾ, ഇൻഡിഗോ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. എപ്പോൾ റീഫണ്ട് ലഭിക്കുമെന്നറിയില്ല, തങ്ങൾ എത്ര മണിവരെ ഇവിടെ തുടരണം എന്നറിയില്ല. ഒരു രാത്രി മുഴുവൻ ഇത്തരത്തിൽ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നു. ഒരു രാത്രി മുഴുവൻ കാത്തിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലാക്കി എന്നുള്ള വിവരം അറിയുന്നത്. മാത്രമല്ല, ഈ റാസൽ ഖൈമയിൽ നിന്നും കുവൈത്തിൽ നിന്നും മസ്കത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എത്തേണ്ട യാത്രക്കാരുടെ കാര്യങ്ങളും സമാനമായ അവസ്ഥയിലാണ്. അവരുടെ സാഹചര്യങ്ങളും സമാനമാണ്. ഇതുവരെയായിട്ടും ഈ കുവൈത്തിൽ നിന്നും മസ്കത്തിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി അറിയുന്നു.